ഈ കവടി സഞ്ചിയിൽ നിന്ന് നമ്മുടെ ഈ കവടി എടുക്കുക. കവടി എടുക്കുമ്പോൾ ഈ ഞാൻ പൊതുവെ ഈ പ്രസാദം, അമ്പലത്തിലെ പ്രസാദം ഇതിനകത്ത് വയ്ക്കാറുണ്ട്. എല്ലാ ദിവസവും അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ അന്നത്തെ നമ്മൾ രാശി മടക്കുമ്പോൾ ആ പ്രസാദം അതിനകത്ത് വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം ആണ് ആ പ്രസാദം മാറ്റുക. അപ്പോൾ ഇന്ന് കിട്ടിയ പ്രസാദം ഇന്ന് വൈകുന്നേരം മടക്കുമ്പോഴായിരിക്കും ഇതിനകത്ത് വയ്ക്കുക. ഇത് ഇന്നലത്തെ പ്രസാദമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഈ ദേവതകളുടെ വിഗ്രഹങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മധ്യത്തിലായിട്ട് വയ്ക്കുക. ഇങ്ങനെ ഈ മധ്യത്തിൽ വയ്ക്കുക. ചിലർ ഇവിടെ സെൻറ്ററിലും വയ്ക്കണം. അതൊക്കെ സൗകര്യം അനുസരിച്ച് വയ്ക്കാം. അതിനുശേഷം ഈ കവടികൾ നമ്മൾ രാശിഫലയിലേക്ക് വയ്ക്കുക. ശേഷം കവടികൾ, പാല്, പനിനീര് എന്നിവ ഉപയോഗിച്ച് കഴുകുക. ശേഷം ശുദ്ധജലത്തിൽ കഴുകുക. അതിനുശേഷം പുണ്യാഹം തെളിക്കുക. എല്ലാ ദിവസവും ശുദ്ധജലത്തിൽ കഴുകണം. ശുദ്ധജലത്തിൽ കവടി കഴുകി പുണ്യാഹം തളിച്ച് അത് ശുദ്ധമാക്കണം. എല്ലാ ദിവസവും കഴുകണം. അതായത് നമ്മൾ ആദ്യം ഈ വലിയ ഗുരുക്കവടികൾ എന്ന് പറയും, അത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. വലിയ കവടികളുണ്ടല്ലോ, ഗുരുക്കവടികൾ, അത് മാറ്റുക. എന്നിട്ട് ഈ കവടികളിൽ നിന്ന് ഒരു 4 എണ്ണം എടുക്കുക. ദേ അശ്വതി, ഇങ്ങനെ 4 എണ്ണം എടുത്തിട്ട് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ഐല്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഇത് ഇവരെ വയ്ക്കുമ്പോൾ നമ്മളിത് വൃത്തിയായിട്ട് ഭംഗിയിലൊക്കെ വച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇത് ഭംഗിയായിട്ടൊക്കെ ഇപ്പം ഞാൻ വെച്ചേക്കണത് ഇങ്ങനെ പെട്ടെന്ന് വെച്ചതേ ഉള്ളൂ. വൃത്തിയായിട്ടൊക്കെ വെച്ചാൽ നല്ലതാണ്. 4 കവടികളെ വീതം ആ നക്ഷത്രങ്ങൾ വേണ്ടി മാറ്റി വയ്ക്കുക. ഇന്നും ശ്രീ ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞൊരു കവടി എടുത്തിട്ട് പ്രാർത്ഥിച്ച് ഗുരുവിനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഓം ശ്രീ ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വയ്ക്കുക. ഈ കവടികളെ ഞാൻ ഇങ്ങോട്ട് ഒന്നിച്ചാക്കുകയാണ്. ശ്രീ ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചൊരു കവടി വയ്ക്കുക.